So last video നമ്മൾ ന്യൂമാൻ പ്രൊജക്ഷൻ ഫോമിൽ വെച്ചിട്ട് എങ്ങനെ മോളിക്യൂളിനെ റെപ്രസെന്റ് ചെയ്യാം എന്നാണ് പഠിച്ചുകൊണ്ടിരുന്നത്. സോ ഞാൻ നേരത്തെ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ ഒരു സൈഡിൽ നിന്ന് അല്ലെങ്കിൽ ഇതിന്റെ ഈ ഒരു ഫ്രണ്ട് പോർഷനിൽ നിന്ന് വ്യൂ ചെയ്യുക. അപ്പൊ നമുക്ക് ഈ കാർബണെ കാണാൻ പറ്റും. ഇതിന്റെ ബാക്കിലായിട്ടായിരിക്കും മറ്റേ കാർബണെ കാണുന്നത്. അപ്പൊ നമ്മൾ ഫ്രണ്ട് കാർബണിന് ഒരു ഡോട്ട് വെച്ച് ബാക്ക് കാർബണിന് ഒരു വലിയ സർക്കിൾ വെച്ച് റെപ്രസെന്റ് ചെയ്യണം. ദെൻ ഫ്രണ്ട് കാർബണിലേക്ക് 3 ഹൈഡ്രജൻസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇതാണ് കാർബൺ അല്ലേ, ആ ഡോട്ട്. അപ്പൊ അതിലേക്ക് 3 ഹൈഡ്രജൻസിന്റെ അറ്റാച്ച്മെന്റ് കാണിക്കാം. ബാക്ക് കാർബൺ, അതായത് ഈ വലിയ സർക്കിൾ, അതിലേക്ക് 3 ഹൈഡ്രജൻസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതെങ്ങനെയാണെന്നുള്ളത് അപ്പൊ നമ്മള് സോഹോസ് കണ്ടു കഴിഞ്ഞുകൊണ്ട് ഞാൻ അത് വെച്ച് തന്നെ പറയാണ്. സോഹോസ് പ്രൊജക്ഷനിൽ ഇങ്ങനെയല്ലായിരുന്നു എക്ലിപ്സ്ഡ് കൺഫർമേഷൻ വന്ന. അതായത് ഈ ഹൈഡ്രജന്റെ തൊട്ട് പിറകിലായിട്ട് മറ്റേ ഹൈഡ്രജൻ, ഈ ഹൈഡ്രജന്റെ ബാക്ക് സൈഡിലായിട്ട് സെക്കൻഡ് കാർബണിലെ ഹൈഡ്രജൻ, ഫ്രണ്ട് കാർബണിലെ ഈ ഒരു ഹൈഡ്രജന്റെ ബാക്ക് സൈഡിലായിട്ട് ബാക്ക് കാർബണിലെ ഹൈഡ്രജൻ വരും. ഓക്കെ, ഒന്നിന്റെ തൊട്ട് പിറകിൽ മറ്റൊന്നായിട്ട്. അപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ന്യൂമാൻ പ്രൊജക്ഷൻ ഫോർമുലയിൽ ഞാൻ പറഞ്ഞു മോളിക്യൂളിനെ വ്യൂ ചെയ്യേണ്ടത് എവിടെ നിന്നാന്ന് പറഞ്ഞു, ഫ്രണ്ടിൽ നിന്ന് വ്യൂ ചെയ്യണം. അതായത് ഈ ഒരു സൈഡിൽ നിന്ന് നിങ്ങൾ വ്യൂ ചെയ്യണം. ഓക്കെ, ഈ ഒരു ഫ്രണ്ട് ഈ ഒരു കാർബൺ ഡബിൾ ബോണ്ട് പോയേക്കുന്നുണ്ടോ? അപ്പൊ അതിന് നേരെ നിന്നുകൊണ്ട് എക്സാക്ട്ലി നിങ്ങളുടെ കണ്ണ് ഈ ഒരു CC ബോണ്ടിന് നേരെ നിൽക്കണം. എന്നിട്ട് ഈ ഒരു സൈഡിൽ നിന്ന് ഞാൻ ഇപ്പൊ ഇത് വരച്ചെടുത്തുനിന്ന് നിങ്ങൾ വ്യൂ ചെയ്യണം. വ്യൂ ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഫ്രണ്ട് കാർബണ് മാത്രമേ കാണാൻ പറ്റുക, ബാക്ക് കാർബണ് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ടാവില്ല. ഈ ഫ്രണ്ട് കാർബൺ ഡോട്ടും ബാക്ക് കാർബണിന് വലിയ സർക്കിളും വെച്ച് കാണിക്കും. ഓക്കെ, ഇത് കൃത്യമായിട്ട് ഈ ഒരു ആംഗിളിൽ തന്നെ വ്യൂ ചെയ്യണം. അതായത് ഈ CC സിംഗിൾ ബോണ്ട് വരുന്ന ആ ഒരു ഡയറക്ഷനിൽ ഇവിടെ നിന്ന് വ്യൂ ചെയ്യണം, ഫ്രണ്ടിൽ നിന്ന്. അതായത് ഈ ഫസ്റ്റ് കാർബൺ അല്ലേ, ഫസ്റ്റ് കാർബണിന്റെ ഫ്രണ്ട് സൈഡിൽ നിന്നായിട്ട് വ്യൂ ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഫസ്റ്റ് കാർബണില് ഫ്രണ്ട് കാർബണിൽ 3 ഹൈഡ്രജൻസ് അറ്റാച്ച്ഡ് ആണ്. ഞാൻ അത് കാണിച്ചു. ഫസ്റ്റ് കാർബണിൽ 3 ഹൈഡ്രജൻസ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ കാണാൻ പറ്റും അല്ലെ? ഒരു ഹൈഡ്രജൻ ഒരു എന്താ പറയാ, ഒരു ട്രയാങ്കിളിന്റെ 3 കോർണേഴ്സ് എന്നുള്ള രീതിയിൽ അതുപോലെ ഇങ്ങനെ 3 ഹൈഡ്രജൻസ് അറ്റാച്ച് ചെയ്യുന്ന കണ്ടു. അപ്പൊ അതാ 3 ഹൈഡ്രജൻസിനെ വരച്ചു, 120 ഡിഗ്രിയിൽ വരച്ചു. ഇനി ഞാൻ കാണുന്നത്, ഞാൻ ഇവിടുന്നാണ് ഈ ഫസ്റ്റ് കാർബണിന്റെ ആ ഒരു പോയിന്റിൽ നിന്നാണ് വ്യൂ ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഫസ്റ്റ് കാർബണിലെ ഹൈഡ്രജൻസിന് മാത്രമേ കാണുള്ളൂ. ബിക്കോസ് സെക്കൻഡ് കാർബണിലെ ഹൈഡ്രജൻ എക്സാക്ട്ലി ഈ ഒരു H1 H2 H3 എന്ന് ഡിനോട്ട് ചെയ്താൽ H1ന്റെ തൊട്ട് പുറകിലായിരിക്കും സെക്കൻഡ് കാർബണിലെ H1 വരുന്നത്. ഓക്കെ, അതുപോലെ ഇവിടുത്തെ H2ന്റെ തൊട്ട് പുറകിലായിരിക്കും ഈ സെക്കൻഡ് കാർബണിലെ H2 ഹൈഡ്രജൻ വരുന്നത്. ഇവിടെ H3യുടെ തൊട്ട് പുറകിലായിരിക്കും സെക്കൻഡ് കാർബണിലെ H3 വരുന്നത്. അപ്പൊ ഞാൻ ഈ ഒരു ബോണ്ടില്ലേ, അതിന് അലോങ് ആയിട്ടാണ് ഞാൻ വ്യൂ ചെയ്യുന്നത്. അത് ഇതിലൂടെയാണ് വ്യൂ ചെയ്യുന്നത്, ഈ കാർബണിലൂടെയാണ് വ്യൂ ചെയ്യുന്നത്. അപ്പൊ എനിക്ക് ഈ ഹൈഡ്രജനെ മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഇതിന്റെ തൊട്ട് പുറകിലായിട്ട് ഈ ഹൈഡ്രജൻ നിൽക്കും, ഇതിന്റെ തൊട്ട് പുറകിലായിട്ട് ഈ ഒരു ഹൈഡ്രജൻ നിൽക്കും, ഇതിന്റെ തൊട്ട് പുറകിലായിട്ട് ഈ H3 നിൽക്കും. അപ്പൊ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ എങ്ങനെയായിരിക്കും കാണാം? തൊട്ട് പുറകിലായിട്ട് നിൽക്കണം. ഓക്കെ, അപ്പൊ എനിക്ക് കൃത്യമായിട്ട് ഞാൻ കാണുന്ന ഫ്രണ്ട് ഹൈഡ്രജൻ, അതിന്റെ ബാക്കിലായിട്ട് സെക്കൻഡ് ഹൈഡ്രജൻ ചെറുതായിട്ടൊന്ന് അതിന്റെ ബാക്കിലായിട്ട് നിൽക്കുന്നു എന്നുള്ള രീതിയിലേ ഉള്ളൂ. അപ്പൊ ഇതാണ് ഈ സർക്കിൾ ചെയ്തിരിക്കുന്നതാണ് ആ സെക്കൻഡ് കാർബണിലേക്കുള്ള 3 ഹൈഡ്രജൻസ്. സെക്കൻഡ് കാർബണിലേക്കുള്ള ആ 3 ഹൈഡ്രജൻസ് ജസ്റ്റ് മറ്റേതിന്റെ പുറകില് എന്നുള്ള രീതിയിൽ മാത്രം കാണാൻ പറ്റും. അപ്പൊ സെക്കൻഡ് കാർബൺ ആയതുകൊണ്ടാണ് ഞാൻ ഈ സർക്കിളിൽ നിന്നാണ് ഈ 3 ഹൈഡ്രജൻസ് വരച്ചിരിക്കുന്നത്, മറ്റേത് പോയിന്റിൽ നിന്ന് ഫസ്റ്റ് കാർബണിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നു എന്നുള്ള രീതിയിൽ. ഓക്കെ, അപ്പൊ ഇതാണ് എക്ലിപ്സ്ഡ് കൺഫർമേഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ന്യൂമാൻ പ്രൊജക്ഷൻ ഫോർമുല. അപ്പൊ അതാണ് ഞാൻ ഇവിടെ വരച്ചിരിക്കുന്നത്. ഓക്കെ, ഒരു ഹൈഡ്രജന്റെ, അതായത് ഈ ഫസ്റ്റ് കാർബണിന്റെ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഹൈഡ്രജൻ H1 തൊട്ട് ബാക്കിലായിട്ട് ഈ സെക്കൻഡ് കാർബൺ, അതായത് സർക്കിൾ ചെയ്തിരുന്ന കാർബണിന്റെ H1 ഹൈഡ്രജൻ തൊട്ട് ബാക്കിലായിട്ട് നിൽക്കും. അങ്ങനെ. അപ്പൊ ഇതാണ് എക്ലിപ്സ്ഡ് കൺഫർമേഷൻ. ഇതുപോലെ എന്ത് വരയ്ക്കാൻ പറ്റും? സ്റ്റാഗേർഡ് കൺഫർമേഷന് ഇതുപോലെ തന്നെ വരയ്ക്കാൻ പറ്റും. ഓക്കെ, സ്റ്റാഗേർഡ് കൺഫർമേഷൻ സ്റ്റാഗേർഡ് കൺഫർമേഷൻ എന്ന് പറയുമ്പോഴത്തേന് എങ്ങനെയാ? നമുക്ക് ആദ്യം എന്റെ സോഹോഴ്സ് വരച്ചു നോക്കാം. H1 H2 H3 കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാ എക്ലിപ്സ്ഡ് നിന്ന് സ്റ്റാഗേർഡിലേക്ക് പോകുന്നത്? എക്ലിപ്സ്ഡ് കൺഫർമേഷന് നമ്മളെടുത്ത് ജസ്റ്റ് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ H1 വന്നിട്ട് താഴെ വന്നു,
അപ്പൊ നമ്മൾ ഇതിന് താഴേക്ക് ഇറക്കുമ്പോൾ H2 കറങ്ങി അപ്പുറത്തേക്ക് പോകും. ഇതാണ് H2, H3 കറങ്ങി ലൈക്ക് നമ്മൾ ഇതിന് 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യണം. അപ്പോൾ ഇതിന് H3 മറ്റേ പോർഷനിലേക്ക്. ഇതാണ് സ്റ്റാഗേർഡ് കൺഫർമേഷൻ. അപ്പൊ സ്റ്റാഗേർഡ് കൺഫർമേഷനിലേക്ക് ഞാൻ എന്താ ചെയ്യുന്നത്? ഞാൻ അഗൈൻ ഈ ഒരു കാർബണിൽ വെച്ചിട്ട് വ്യൂ ചെയ്യാണ്. ഈ ഒരു CC ബോണ്ട് ലെങ്ത്, ഈ ഒരു CC സിഗ്മ ബോണ്ടിന് എബൌട്ട് ആയിട്ട് ഈ ഒരു കാർബണിലൂടെ വ്യൂ ചെയ്യാണ്. ഈ ഒരു കാർബണിലൂടെ വ്യൂ ചെയ്യുമ്പോൾ എനിക്ക് എങ്ങനെ ആയിരിക്കും കാണാൻ പറ്റുക യഥാർത്ഥത്തില്? ഈ ഒരു കാർബണിലൂടെ വ്യൂ ചെയ്യുമ്പോൾ ഈ ഒരു കാർബണിൽ എന്തുണ്ട്? 3 അറ്റാച്ച്മെന്റ്സ് ഉണ്ട്. H1 ഉണ്ട്, H2 ഉണ്ട്, H3 ഉണ്ട്. അങ്ങനെ ഫസ്റ്റ് കാർബണിൽ എന്തുണ്ട്? 3 അറ്റാച്ച്മെന്റ്സ് ഉണ്ട്. അപ്പൊ ഞാൻ ഈ കാർബണിലൂടെ നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്തായിരിക്കും കാണുന്നത്? ഈ H3യുടെയും H2വിന്റെയും ഇടയിലായിട്ട് H1 നിൽക്കുന്ന പോലെ അല്ലേ തോന്നുന്നത്? അല്ലേ? H3യുടെയും H2 ഈ 2 ഹൈഡ്രജൻസിന് ഇടയിലായിട്ടാണ് ഈ ഒരു ഹൈഡ്രജൻ നിൽക്കുന്നത്. അവര് ഇൻ ബിറ്റ്വീൻ ആയിട്ട് നിൽക്കും. ഇൻ ബിറ്റ്വീൻ, അതായത് ഈ 2 ഹൈഡ്രജൻസിന്റെ ഇടയിലായിട്ട് ഓരോ ഹൈഡ്രജൻസും നിൽക്കുന്ന പോലെ തോന്നും. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് കാർബണിലെ 3 ഹൈഡ്രജൻ വന്നു. സെക്കൻഡ് കാർബണിലെ ബാക്കി 3 ഹൈഡ്രജൻസ് ഫസ്റ്റ് കാർബണിലെ 2 ഹൈഡ്രജൻസിന് ഇടയിലായിട്ട്, തിരിച്ചു വേണമെങ്കിലും പറയാം. ഫസ്റ്റ് കാർബണിലെ ഹൈഡ്രജൻ ഇവർക്കിടയിലായിട്ട് നിൽക്കുന്നു, അങ്ങനെയും തോന്നാം. അതല്ല നേരെ തിരിച്ചാണെങ്കിലും ഓക്കെ. അതായത് ഇവർക്ക് രണ്ടുപേരുടെ ഇടയിലായിട്ട് സെക്കൻഡ് കാർബണിലെ ഓരോ ഹൈഡ്രജൻ ഓറിയന്റ് ചെയ്തിരിക്കുന്നു എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫീൽ ചെയ്യും. അതായത് H1നും H3ക്കും ഇടയിലാണ് ഈ H2 നിൽക്കുന്നത്. അതായത് ഫസ്റ്റ് കാർബണിലെ H1നും H3യിലും ഇടയിൽ സെക്കൻഡ് കാർബണിലെ H2 നിൽക്കുന്നു. ഓക്കെ, അപ്പൊ ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റെപ്രസെന്റ് ചെയ്യാം. ആ രീതിയിൽ നമുക്ക് കാണാം. അപ്പൊ അവരിങ്ങനെ ചിതറി നിൽക്കുന്ന പോലെ സ്റ്റാഗേർഡ് ആയിട്ട് നിൽക്കുകയാണ്. ഫസ്റ്റ് കാർബണിലെ 3 ഹൈഡ്രജൻ, ആ ഓരോ 2 ഹൈഡ്രജനും ഇടയിലായിട്ടാണ് സെക്കൻഡ് കാർബണിലെ ഓരോ ഹൈഡ്രജൻസും വരുന്നത്. H1, H2, H3 3 ഹൈഡ്രജൻസ് വരുന്നത്. അത് ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾ നോക്കി എഴുതിയാൽ മതി. ഓക്കെ, അപ്പൊ ഇതാണ് സ്റ്റാഗേർഡ് കൺഫർമേഷൻ. അപ്പൊ ന്യൂമാൻ പ്രൊജക്ഷൻ വെച്ച് നമ്മൾ സ്റ്റാഗേർഡ് കൺഫർമേഷൻ റെപ്രസെന്റ് ചെയ്യുന്നത് ഈ ഒരു രീതിയിലാണ്. ഓക്കെ, അപ്പൊ അതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള കൺഫർമേഷനെ കുറിച്ചിട്ട് പറയാനായിട്ടുള്ളത്. അപ്പൊ അതാണ് ഇവിടെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഇതെന്ന് പറയുന്നത് ലൈൻ വെഡ്ജ് ഫോർമുല വെച്ചിട്ട് സ്റ്റാഗേർഡ് ആൻഡ് എക്ലിപ്സ്ഡ് കൺഫർമേഷൻ റെപ്രസെന്റ് ചെയ്തേക്കാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം എക്ലിപ്സ്ഡ് കൺഫർമേഷൻ എന്ന് പറയുമ്പോൾ എക്സാക്ട്ലി ഒന്നിന്റെ ബാക്കിൽ ഒന്ന് നിൽക്കുന്ന രീതിയിൽ. ഇവിടെ എല്ലാ ഹൈഡ്രജൻ ആയതുകൊണ്ടാണ് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റുന്നത്. സംഭവം അതാണ് എക്ലിപ്സ്ഡ് കൺഫർമേഷൻ. നോക്കി, ഈ ഒരു ഹൈഡ്രജന്റെ തൊട്ട് ബാക്കിലായിട്ട് സെയിം സൈഡിലാണ് ഈ ഹൈഡ്രജൻ വരുന്നത്. സ്റ്റാഗേർഡ് കൺഫർമേഷൻ എന്ന് പറയുമ്പോൾ ഈ ഹൈഡ്രജന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ ഹൈഡ്രജൻ വരുന്നത്. അതായത് 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തിട്ടെന്ന പോലെ. ഓക്കെ, ഇതാണ് എക്ലിപ്സ്ഡ് ആൻഡ് സ്റ്റാഗേർഡ് കൺഫർമേഷന്റെ ലൈൻ വെഡ്ജ് റെപ്രസെന്റേഷൻ. ദെൻ ഇതെന്ന് പറയുന്നത് ന്യൂമാൻ പ്രൊജക്ഷൻ വഴിയിട്ടുള്ള റെപ്രസെന്റേഷൻ ആണ്. നമ്മൾ കണ്ടു കഴിഞ്ഞു. സോഹോൾസ് റെപ്രസെന്റേഷൻ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് മെയിൻലി വരുന്നത് ആ എനർജി ലെവൽ ഡയഗ്രം ആണ്. എനർജി ലെവൽ ഡയഗ്രം നമ്മൾ ഓരോ ആംഗിളിൽ ഈ മോളിക്യൂൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് എക്ലിപ്സ്ഡ് ആൻഡ് സ്റ്റാഗേർഡ് കൺഫർമേഷൻ മാറി മാറി വരിക എന്നുള്ളത്. അപ്പൊ അത് കാണിക്കുന്നതിന് മുന്നായിട്ട് ഞാൻ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ എക്ലിപ്സ്ഡ് കൺഫർമേഷൻ വെച്ച് സ്റ്റാർട്ട് ചെയ്യണം. ഓൾവേസ് നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ള കാര്യം ഈ ന്യൂമാൻ പ്രൊജക്ഷൻ വഴി റെപ്രസെന്റ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ഈസി. വിഷ്വലൈസ് ചെയ്യാനായിട്ടാണെങ്കിലും എളുപ്പം അത് തന്നെയാണ്. ഫസ്റ്റ് കാർബണിലേക്ക് 3 ഹൈഡ്രജൻസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. എക്ലിപ്സ്ഡ് കൺഫർമേഷൻ ആകുമ്പോൾ ഈ സെക്കൻഡ് കാർബൺ സർക്കിൾ ചെയ്തിരിക്കുന്ന കാർബണിലെ 3 ഹൈഡ്രജനും എക്സാക്ട്ലി ഇതിന്റെ ബാക്കിലായിട്ട് വരും. ഇതാണ് എക്ലിപ്സ്ഡ് കൺഫർമേഷൻ. എക്ലിപ്സ്ഡ് കൺഫർമേഷൻ വരുമ്പോഴത്തേന് ഈ 2 ഹൈഡ്രജൻസ്, അതായത് ഫസ്റ്റ് കാർബണിലെ ഈ ഒരു ഹൈഡ്രജനും സെക്കൻഡ് കാർബണിലെ ഹൈഡ്രജനും അവർ തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് എന്തായിരിക്കും? അതിനെ നമ്മൾ ഡൈഹീഡ്രൽ ആംഗിൾ എന്ന് പറയും. ഡൈഹീഡ്രൽ ആംഗിൾ തീറ്റ. ഇതിനെയാണ് നമ്മൾ ഡൈഹീഡ്രൽ ആംഗിൾ തീറ്റ എന്ന് പറയുന്നത്. തീറ്റയുടെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും അല്ലെ? കാരണം ഒരു ഹൈഡ്രജൻ ദാണ്ട് നിൽക്കുന്നു, അതിന്റെ തൊട്ടു പിറകിലായിട്ടാണ് മറ്റേ ഹൈഡ്രജൻ നിൽക്കുന്നത്. അതല്ലേ ഈ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത് 2 പാരലായിട്ട് പോകുന്ന 2 ലൈൻസ് പോലെയാണ്. 2 ഹൈഡ്രജൻസ്, ഇതിന്റെ തൊട്ടു പുറകിൽ മറ്റേ ഹൈഡ്രജൻ. അപ്പൊ ഇവർക്കിടയിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് 0 ആണ്. ഇവർക്കിടയിലുള്ള ആംഗിളിന്, അതായത് ഫസ്റ്റ് കാർബണിലെ ഒരു ഹൈഡ്രജനും സെക്കൻഡ് കാർബണിലെ ഈ ഒരു ഹൈഡ്രജനും തമ്മിലുള്ള ആംഗിൾ, അതിനെയാണ് നമ്മൾ ഡൈഹീഡ്രൽ ആംഗിൾ എന്ന് ഉദ്ദേശിക്കുന്നത്. അതെന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. 0 ഡിഗ്രി. ഓക്കെ, അപ്പൊ ഇവർ 2 പാരലായിട്ട് പോകുന്നതുകൊണ്ട് ഡൈഹീഡ്രൽ ആംഗിൾ 0 ആണ്.
ഇനി നമ്മൾ വന്നിട്ട് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ നമ്മൾ എന്ത് ചെയ്യാൻ പോവാം, ഇത് നമ്മൾ റൊട്ടേറ്റ് ചെയ്യിക്കാൻ പോവാം. അങ്ങനെയല്ലേ കൺഫർമേഷൻസ് ഇടുന്നത്. നമ്മൾ ആംഗിൾ മാറുന്നതിനനുസരിച്ച് എങ്ങനെയാ കൺഫർമേഷൻ മാറുന്നത് പഠിക്കാൻ പോവാം. നമ്മൾ ഇതിനെ റൊട്ടേറ്റ് ചെയ്യിക്കാൻ പോവാം. അതായത് ഞാനിപ്പം ചെയ്യുന്നത് ഏതെങ്കിലും ഒരു കാർബണെ ഫിക്സ് ചെയ്തിട്ട് മറ്റേ കാർബണെ റൊട്ടേറ്റ് ചെയ്യിക്കാം. ഓക്കെ, അപ്പൊ ഞാൻ ചെയ്യുന്നത് ഞാൻ ഫ്രണ്ട് കാർബണിനെ അങ്ങ് ഫിക്സ് ചെയ്തു. ഗ്രീൻ കളറിലാണ് ഫ്രണ്ട് കാർബണിനെ ഫിക്സ് ചെയ്തു. ഫ്രണ്ട് കാർബൺ ഇനി മാറ്റമൊന്നുമില്ല. ഞാൻ ചെയ്യാൻ പോകുന്നത് ബാക്ക് കാർബണിനെ റൊട്ടേറ്റ് ചെയ്യിക്കും. ഓക്കെ, ബാക്ക് കാർബൺ ആദ്യം ഞാനൊരു 60 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യിച്ചു. 60 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യിച്ചു. 60 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യിക്കുമ്പോൾ എങ്ങനെ വരും? ഫ്രണ്ട് കാർബൺ ഫിക്സ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ഫ്രണ്ട് കാർബണിന് മാറ്റമൊന്നുമില്ല. ബാക്ക് കാർബണിന് റൊട്ടേറ്റ് ചെയ്യിച്ചു. ബാക്കിലുള്ള ഈ സർക്കിൾ ചെയ്യുന്ന ആ സർക്കിൾ ചെയ്തിരിക്കുന്ന കാർബൺ, ആ കാർബണെ ഞാൻ റൊട്ടേറ്റ് ചെയ്യിച്ചപ്പോൾ എന്ത് ചെയ്തു? ആദ്യം ഒരു 60 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യിച്ചപ്പോൾ ഈ ഹൈഡ്രജൻ പതുക്കെ കറങ്ങി ഇങ്ങോട്ടേക്ക് വരും. ഓക്കെ, ഈ ഒരു ആംഗിൾ എത്ര? 120 ആണ് ഈ ഒരു ആംഗിൾ. ഈ രണ്ട് ഹൈഡ്രജൻസ് ഫസ്റ്റ് കാർബണിൽ ഈ രണ്ട് ഹൈഡ്രജൻസിന് ഇടയിലുള്ള ആംഗിൾ 120 ഡിഗ്രി ആണ്. ലൈക് ട്രൈഗണൽ ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ പോലെ അല്ലേ ഇത്? അപ്പൊ ഈ ഒരു ആംഗിൾ 120 ഡിഗ്രി ആണ് ഏകദേശം. അപ്പൊ അതിന്റെ പകുതി നമ്മൾ റൊട്ടേറ്റ് ചെയ്യിച്ചു. ഈ സെക്കൻഡ് കാർബണിന് സർക്കിൾ ചെയ്തിരുന്ന കാർബണിന് അതിന്റെ പകുതി റൊട്ടേറ്റ് ചെയ്യിച്ചു. അപ്പൊ ഈ ഹൈഡ്രജൻ എന്ത് ചെയ്യും? പതുക്കെ കറങ്ങി ഇതിന്റെ നടുക്കായിട്ട് വന്നിരിക്കും. അതായത് ഈ രണ്ട് ഹൈഡ്രജൻസിന്റെ നടുക്കായിട്ടായിരിക്കും ഇയാൾ വന്നിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ ഇതിന് നമ്പർ ചെയ്താൽ H1 H2 H3 എന്ന് നമ്പർ ചെയ്തെന്ന് വിചാരിച്ചു. ഇത് H1 H2 H3. ഓക്കെ, അപ്പൊ ഞാൻ ഇതിനെ റൊട്ടേറ്റ് ചെയ്യിച്ചു. ഇതിനെ റൊട്ടേറ്റ് ചെയ്യിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? H1നെ ഞാൻ റൊട്ടേറ്റ് ചെയ്യും. അതായത് ഈ സെക്കൻഡ് കാർബണിനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ H1 60 ഡിഗ്രി റൊട്ടേറ്റഡ് ആവും. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടുത്തെ H2 പതുക്കെ റൊട്ടേറ്റ് ചെയ്യും. ഇവിടുത്തെ H3 പതുക്കെ 60 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യും. അപ്പൊ ഇയാള് 60 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് കാർബണിലെ ഈ H1നും ഈ H2നും ഇടയിലായിട്ട് വന്ന് നിൽക്കും. ഓക്കെ, ഈ H1ന്റെ പൊസിഷൻ ഇവിടെ. H2 പതുക്കെ കറങ്ങി വരും. H2 പതുക്കെ കറങ്ങി ഈ H3ക്കും H2നും ഇടയിൽ വന്ന് നിൽക്കും. H2 ഇനി ഇവിടുത്തെ H3 ഉണ്ടല്ലോ, ഈ H3 പതുക്കെ കറങ്ങി ഇങ്ങോട്ടേക്ക് പോയിക്കുമ്പോൾ H1ന്റെയും H3യുടെയും ഇടയിലാവും. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് കാർബണെ ഫിക്സ് ചെയ്തു. ഗ്രീൻ ലൈൻ ഫസ്റ്റ് കാർബണെയാണ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ അതിനെ നമ്മൾ ഫിക്സ് ചെയ്തു. കൺഫ്യൂഷൻ ഒഴിവാക്കാം. അപ്പൊ ഈ ഒരു ഗ്രീൻ കളറിൽ കാണിച്ചിരിക്കുന്ന ഫസ്റ്റ് കാർബണും നല്ല ഹൈഡ്രജൻസും ആണ്. സെക്കൻഡ് കാർബണിനെയാണ് നമ്മൾ റൊട്ടേറ്റ് ചെയ്തത്. റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? പതുക്കെ സെക്കൻഡ് കാർബണിലെ ഓരോ ഹൈഡ്രജൻസും കറങ്ങി കറങ്ങി ഇവർക്കിടയിലായിട്ട് വന്ന് നീങ്ങും. ഇത് എക്ലിപ്സ്ഡ് കൺഫർമേഷൻ വെച്ച് തുടങ്ങി. പക്ഷെ നമുക്ക് 60 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തപ്പോൾ അത് എന്തിലേക്ക് വന്നു? സ്റ്റാഗേർഡ് കൺഫർമേഷനിലേക്ക് വന്നു അല്ലെ? ഇനി ഇയാളെ ഞാൻ വീണ്ടും ഒരു 60 ഡിഗ്രി വീണ്ടും റൊട്ടേറ്റ് ചെയ്യിക്കുകയാണ്. വീണ്ടും ഒരു 60 ഡിഗ്രി കൂടെ റൊട്ടേറ്റ് ചെയ്യിച്ചു. അപ്പൊ ടോട്ടൽ ഇപ്പൊ എത്രയായി? 120 ഡിഗ്രി ആയി. ആദ്യം ഒരു 60 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യിച്ചപ്പോൾ എക്ലിപ്സ്ഡ് എന്നുള്ളത് സ്റ്റാഗേർഡായി. സ്റ്റാഗേർഡിനെ വീണ്ടും ഒരു 60 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യിക്കുകയാണ്. അപ്പൊ എന്തായിട്ട് മാറും? വീണ്ടും എന്ത് ചെയ്യുന്നു? ഫസ്റ്റ് കാർബൺ നമ്മൾ ഒരിക്കലും മാറ്റില്ല. സെക്കൻഡ് കാർബൺ മാത്രമാണ് നമ്മൾ ചേഞ്ച് ചെയ്യുന്നത്. ഫസ്റ്റ് കാർബൺ അഗെയിൻ ഫിക്സ് ചെയ്തിരിക്കുകയാണ്. H3. ഓക്കെ, ഞാൻ ഫസ്റ്റ് കാർബണിനെ ഫിക്സ് ചെയ്തു. സെക്കൻഡ് കാർബൺ മാത്രമാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന ആളെ വീണ്ടും 60 ഡിഗ്രി സെക്കൻഡ് കാർബൺ റൊട്ടേറ്റ് ചെയ്യിച്ചപ്പോൾ സെക്കൻഡ് കാർബണിലുള്ള 3 ഹൈഡ്രജൻസ് റൊട്ടേറ്റഡ് ആവും. വീണ്ടും ഇത് 60 ഡിഗ്രി മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഹൈഡ്രജന് വീണ്ടും 60 ഡിഗ്രി കറങ്ങി കഴിഞ്ഞാൽ ഈ H2ന് ബാക്കിൽ വന്ന് നിൽക്കും. H1 H2ന്റെ ബാക്കിൽ വന്ന് നിൽക്കും. H2 60 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് H3യുടെ ബാക്കിൽ പോയി നിൽക്കും. H3 60 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് കഴിയുമ്പോൾ H1ന്റെ ബാക്കിൽ പോയി നിൽക്കും. മനസ്സിലായോ? അപ്പൊ ഇത് വീണ്ടും എന്തിലേക്ക് വന്നു? എക്ലിപ്സ്ഡ് കൺഫർമേഷനിലേക്ക് വന്നു. എക്ലിപ്സ്ഡ് കൺഫർമേഷൻ, അതായത് എക്ലിപ്സ്ഡ് കൺഫർമേഷനെ സ്റ്റാഗേർഡ് ആക്കണമെങ്കിൽ 60 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യണം. വീണ്ടും സ്റ്റാഗേർഡിനെ എക്ലിപ്സ്ഡ് കൺഫർമേഷനിൽ കൊണ്ടുപോകാൻ വീണ്ടും 60 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യണം. പിന്നെ ഞാൻ വീണ്ടും അടുത്തൊരു 60 ഡിഗ്രി ഇതിനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഈ എക്ലിപ്സ്ഡ് എന്നുള്ളത് വീണ്ടും സ്റ്റാഗേർഡിലേക്ക് പോകും. മനസ്സിലായോ? അപ്പൊ നമ്മളിങ്ങനെ ആംഗിൾ റൊട്ടേറ്റ് ചെയ്യിക്കുന്നതിനനുസരിച്ച് ഇവർ എന്ത് ചെയ്യും? എക്ലിപ്സ്ഡ് സ്റ്റാഗേർഡ് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ഇതിപ്പോ ഞാൻ 60 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യിച്ചോണ്ട് എങ്ങനെ വന്നാ? എനിക്ക് 60 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യിക്കല്ല താല്പര്യം.
എക്ലസ്